നമസ്കാരം. അങ്ങനെ ഒരു ആറ്റുകാൽ പൊങ്കാല കൂടി അവസാനിച്ചിരിക്കുന്നു. എവിടെ നിന്നൊക്കെയോ എത്തിയ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിലെത്തി മണിക്കൂറുകൾ കാത്തുകെട്ടി കിടന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ കാത്തിരിപ്പ് സഫലമാക്കി ആത്മനിർവൃതിയോടെ മടങ്ങുകയാണ്. എല്ലാത്തിനും കൈമൈമറന്ന് കൂടെ നിന്ന ഭരണകൂടവും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചേർന്ന് ഈ വർഷത്തെ പൊങ്കാലയും വളരെ ഭംഗിയാക്കി. 3 കാര്യങ്ങൾ കൊണ്ട് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് പറയണം എന്ന് തോന്നുകയാണ്. ആദ്യത്തേത് ഈ പറഞ്ഞതുപോലെ സ്ത്രീജനങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. ഒരുപക്ഷെ ലോകത്തൊരിടത്തും ഇതുപോലെ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാവുകയില്ല. ഏതാണ്ട് 24 മണിക്കൂറോളം നേരമാണ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരം സ്ത്രീകളുടേത് മാത്രമാകും. എവിടെ നിന്നൊക്കെയോ വന്ന് ഏതൊക്കെയോ വാഹനങ്ങൾ കയറി ഇവിടെ എത്തി കിട്ടാവുന്നിടത്തെല്ലാം തമ്പടിച്ച് റോഡരികിലും മറ്റും കിടന്നുറങ്ങി 24 മണിക്കൂർ നേരം കഴിഞ്ഞ് പൊങ്കാലയിട്ട് സമാധാനത്തോടെ അവർ മടങ്ങുകയാണ്. സ്വയം നിയന്ത്രിതമായ അച്ചടക്കവും ചിട്ടയും, ആരും പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാതെ തന്നെ അവർ വരുന്നു, അവരാഗ്രഹിച്ച കാര്യം നടക്കുന്നു, തിരിച്ചു പോകുന്നു. നിർഭയരായി നടക്കാം, ഷോപ്പിംഗ് ചെയ്യാം, ഭക്ഷണം കഴിക്കാം, ഒരു ശല്യവുമില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ലോകത്തൊരിടത്തും ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഈ വനിതാ ദിനമൊക്കെ ആറ്റുകാൽ പൊങ്കാല ദിവസമാക്കി പ്രഖ്യാപിക്കേണ്ടതാണ് അല്ലേ? കാരണം ഇതുപോലെ മനോഹരമായൊരു കാഴ്ച, വനിതകളുടെ ഒരു ശാക്തീകരണം ലോകത്ത് വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക. രണ്ടാമത്തത്, ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയമാണ്. അതായത് ഈ മുസ്ലിം മതവിശ്വാസികൾ റംസാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയം, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ഇത് 50 നോമ്പിൻ്റെ കാലമാണ്. അങ്ങനൊരു വല്ലാത്തൊരു ആധ്യാത്മിക അനുഭൂതികളിലൂടെ എല്ലാവരും കടന്നു പോകുന്ന ഒരു സമയത്താണ് ആറ്റുകാൽ പൊങ്കാല കൂടി വരുന്നത്. തിരുവനന്തപുരം നമുക്കറിയാം, അമ്പലങ്ങളുടെയും പള്ളികളുടെയും എല്ലാം നഗരമാണ്. ആറ്റുകാലിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരേക്ക് അടുപ്പുകൾ നിരക്കുന്നു. തലേന്ന് തന്നെ ഇവിടെ എത്തുന്ന സ്ത്രീജനങ്ങൾ അവർ കാത്തിരിക്കുന്നത് പൊങ്കാല നിവേദിക്കാൻ വേണ്ടിയാണ്. അവർ തമ്പടിക്കുന്ന ഇടങ്ങൾ നിങ്ങൾ നോക്കണം. പാളയത്ത് മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, മണക്കാട് മുസ്ലിം പള്ളി, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ എത്രയോ പള്ളികളുണ്ട്. ഈ പള്ളികളെല്ലാം ഹൃദയവും വാതിലും തുറന്ന് ഈ ഭക്തരായ മുഴുവൻ സ്ത്രീജനങ്ങളെയും സ്വീകരിക്കുകയാണ്. റംസാൻ നോമ്പ് സമയമായതുകൊണ്ട് ആഹാരം കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ദുഃഖിക്കുന്ന മുസ്ലിം പള്ളികളിലെ ഭാരവാഹികളെ കഴിഞ്ഞ ദിവസം കണ്ടു. അത് സാരമില്ല, നിങ്ങൾ തരുന്ന സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന വിശ്വാസികളെയും കഴിഞ്ഞ ദിവസം കണ്ടു. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. പാളയം പള്ളിയിൽ കോമ്പൗണ്ടിലെല്ലാം ഈ പൊങ്കാല കഴിഞ്ഞ് വെയിൽ കൊള്ളാതെ സ്ത്രീകൾ വിശ്രമിക്കുന്ന കാഴ്ച. മണക്കാട് പള്ളിയിലടക്കം പള്ളി ഹാളൊക്കെ തുറന്നിട്ട് കൊടുത്ത് അവർക്ക് വിശ്രമം ഒരുക്കുന്ന കാഴ്ച. ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഒരു കാഴ്ച കാണാൻ കഴിയുമോ എന്ന് സംശയമാണ് കേരളത്തിലല്ലാതെ. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കാഴ്ച. പിന്നെ ഈ അപരമത വിദ്വേഷം മാത്രം ഇക്കാലത്തും വിളമ്പുന്ന PC ജോർജിമാരും ചില വക്കീലന്മാരും ഒക്കെ കാണാൻ വേണ്ടി ഈ കാഴ്ച ഒന്നുകൂടി അവരെ ഒന്ന് ഓർമ്മിപ്പിക്കണം, അല്ലെ അവരൊന്ന് ഈ കാഴ്ച ഒന്ന് കാണണം. പിന്നെയും നിങ്ങൾ അപരമത വിദ്വേഷമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വിവരമില്ലായ്മ എന്ന് മാത്രമേ പറയാനുള്ളൂ. മൂന്നാമത് ഒരു അല്പം പേഴ്സണലാണ് എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ കാര്യം, ഇപ്പോഴും കേരളത്തിൽ പലരും വിശ്വസിക്കുകയും ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ചൊല്ലുണ്ട്. തെക്കനെയും മൂർഖനെയും ഒരുമിച്ച് കണ്ടാൽ ആദ്യം തെക്കനെ തല്ലിക്കൊല്ലണം എന്നാണ്. ആറ്റുകാൽ പൊങ്കാല ദിവസം ഈ പറഞ്ഞ ചൊല്ല് ഇപ്പോഴും ആസ്വദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ദിവസം വെറുതെ ഒന്ന് തിരുവനന്തപുരത്തേക്ക് വരണം. അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ആ ദിവസങ്ങളിൽ സ്വന്തം വീടുകളൊക്കെ എവിടെ നിന്നോ വരുന്ന ഈ മനുഷ്യർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുകയാണ്. വീടുകളും ഓഫീസുകളും സ്ഥാപനങ്ങളും എന്ന് വേണ്ട സകല വാതിലുകളും അവർക്കായി തുറന്നിട്ട് കൊടുക്കുകയാണ്. സ്വന്തം വീട് പോലെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുകയാണ്. വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ഇത്രയും ആതിഥ്യ മര്യാദ വേറെ എവിടെ കാണാനാണ് കൂട്ടുകാരാ? എന്നിട്ടും ഇപ്പോഴും തെക്കനെ കുറ്റം പറയുന്നവരിടത്ത് പോടേ പോടേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ കാണാം.